ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി ക്യാപ്റ്റനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ സഞ്ജു സാംസണിന്റെ പേര് വീണ്ടും ശക്തമായി ഉയർന്നുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായ ഗൗതം ഗംഭീർ ഭാവിയിൽ സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിന്റെ നായകനായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഈ വാർത്ത പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം സഞ്ജു സാംസൺ എന്ന താരം വർഷങ്ങളായി ഇന്ത്യൻ ടീമിൽ സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കാതെ വന്നിട്ടും ഓരോ തവണയും ലഭിച്ച അവസരങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് വലിയ കാര്യമാണെന്ന് ആരാധകർ വിലയിരുത്തുന്നു. ആദ്യം സഞ്ജു സാംസണിന്റെ കരിയർ കുറിച്ച് നോക്കാം. കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളാണ് സഞ്ജു. വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ടാലന്റിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും ദേശീയ ടീമിൽ സ്ഥിരതയാർജിക്കാൻ അദ്ദേഹത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പലപ്പോഴും മികച്ച പ്രകടനം നടത്തിയിട്ടും തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കാതെ പോയി. ഇതാണ് ആരാധകരുടെ ഇടയിൽ വലിയ നിരാശയ്ക്ക് കാരണമായത്. എന്നാൽ ഇതെല്ലാം മറികടന്ന് സഞ്ജു വീണ്ടും ശക്തമായി തിരിച്ചുവന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും മാനസിക ശക്തിയും വ്യക്തമാക്കുന്ന കാര്യമാണ്. രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി എത്തിയ ശേഷം സഞ്ജുവിന്റെ കരിയറിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ ശാന്തനായി തീരുമാനങ്ങൾ എടുക്കുന്ന താരമാണ്. മൈതാനത്ത് അമിതമായ വികാരപ്രകടനങ്ങൾ ഇല്ലാതെ വളരെ കൂൾ ആയി ടീമിനെ നിയന്ത്രിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടുതന്നെ നിരവധി മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി സ്റ്റൈലിനെ പ്രശംസിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിൽ എത്തിച്ച സീസൺ മുതൽ തന്നെ സഞ്ജുവിന്റെ നേതൃപാടവം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനവും സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും ശാന്തത കൈവിടാത്ത രീതിയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. ഇപ്പോൾ ഗൗതം ഗംഭീർ പോലൊരു വ്യക്തി സഞ്ജുവിനെ ഇന്ത്യൻ ടീമിന്റെ ഭാവി നായകനായി കാണുന്നു എന്ന റിപ്പോർട്ട് വരുന്നത് വളരെ വലിയ കാര്യമാണ്. കാരണം ഗംഭീർ എപ്പോഴും തുറന്നു പറയുന്ന വ്യക്തിയാണ്. ഫോമിനും പ്രകടനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളായതിനാൽ അദ്ദേഹത്തിന്റെ പിന്തുണ സഞ്ജുവിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. നിലവിൽ ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കുള്ള മത്സരം വളരെ ശക്തമാണ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ആരാകും ഇന്ത്യയുടെ സ്ഥിരം നായകൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ശുഭ്മൻ ഗിൽ, ഹാർദിക് പാണ്ഡ്യ, രാഹുൽ തുടങ്ങിയ താരങ്ങളുടെ പേരുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സഞ്ജുവിന്റെ പേരും ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതോടെ ആരാധകർ തമ്മിൽ വലിയ ഡിബേറ്റുകളും ആരംഭിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത് സഞ്ജുവിന് ഒരു അവസരം നൽകേണ്ട സമയമാണെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ശാന്തമായ ക്യാപ്റ്റൻസി സ്റ്റൈൽ ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ കൂടുതൽ അനുഭവം ആവശ്യമാണെന്നാണ്. എന്നാൽ സഞ്ജുവിന്റെ പിന്തുണക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഇതിനകം തന്നെ ആബിയിൽ പോലൊരു വലിയ വേദിയിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നാണ്. പ്രത്യേകിച്ച് യുവതാരങ്ങളുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ക്യാപ്റ്റനാണ് സഞ്ജു. ഇത് ഒരു ടീമിന്റെ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതേസമയം ബാറ്റ്സ്മാനെന്ന നിലയിലും അദ്ദേഹം ഇപ്പോൾ മികച്ച ഫോമിലാണ്. ആക്രമണാത്മകമായ ബാറ്റിംഗും ക്ലാസിക് ഷോട്ടുകളും കൊണ്ട് അദ്ദേഹം ആരാധകരുടെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ മിഡിൽ ഓർഡറിൽ സ്ഥിരതയാർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി സാധ്യതകളും വർദ്ധിപ്പിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെ പിന്തുണച്ച് വലിയ ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. സഞ്ജുവിന് അവസരം നൽകണം എന്ന ഹാഷ്ടാഗുകൾ വീണ്ടും ട്രെൻഡിംഗ് ആകുകയാണ്. കേരളത്തിലെ ആരാധകർ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രിക്കറ്റ് പ്രേമികളും ഇപ്പോൾ സഞ്ജുവിനെ പിന്തുണയ്ക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കളിശൈലി വളരെ പോസിറ്റീവാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും ആക്രമണാത്മകമായി കളിക്കാൻ ധൈര്യമുള്ള താരമാണ് അദ്ദേഹം. അതേസമയം വിമർശകരും കുറവല്ല. ചിലർ പറയുന്നത് സ്ഥിരതയാണ് ഇപ്പോഴും സഞ്ജുവിന്റെ പ്രധാന വെല്ലുവിളിയെന്നാണ്. ചില മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുമ്പോൾ ചിലപ്പോഴൊക്കെ വേഗത്തിൽ പുറത്താകുന്നതും അദ്ദേഹത്തെ ബാധിക്കുന്ന ഘടകമാണ്. എന്നാൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച തങ്യോണവജയെ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗൗതം ഗംഭീറിന്റെ പിന്തുണ ലഭിക്കുന്നത് സഞ്ജുവിന്റെ കരിയറിലെ നിർണായക ഘട്ടമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ ടീമിന്റെ ഭാവി പദ്ധതികളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ ഇതോടെ വർദ്ധിക്കുകയാണ്. ഇനി അടുത്ത മാസങ്ങളിൽ നടക്കുന്ന പരമ്പരകളിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മികച്ച പ്രകടനം തുടർന്നാൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ സ്ഥിരം അംഗമായി മാറാൻ മാത്രമല്ല ഭാവിയിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ഉയരാൻ സാധ്യതയുണ്ട്. ഒടുവിൽ പറയാനുള്ളത് സഞ്ജു സാംസൺ എന്ന താരം ഇപ്പോൾ തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അവസരം മുന്നിലുണ്ട്. അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് ഇനി കാണാനുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഭാവി നായകനാകാൻ യോഗ്യനാണോ? കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ.